കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയി. കല്യാണ പെണ്ണ് എൻ്റെ കൊളീഗായിരുന്നു. കല്യാണ ചെക്കൻ മണ്ഡപത്തിൽ ഓൾറെഡി നിൽക്കുന്നുണ്ടായിരുന്നു. കല്യാണ പെണ്ണ് വാതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഞാൻ ഹാളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളി സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് അവൾ സ്റ്റേജിലേക്ക് നടന്നു വന്നിരുന്നത്. അവളെ ആ ഒരു രൂപത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര ഹാപ്പി ആയിട്ട് മണ്ഡപത്തിൽ നിന്നിരുന്ന ചെക്കൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സർപ്രൈസിങ് ആയി. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ അത്ര എഫേർട്ട് എടുത്തിട്ട് ആണ് ആ കല്യാണം നടത്തിയത്. കാരണം അവർ ലവ് മാരേജ് ആയിരുന്നേ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിൽ പോലും നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതെന്ന്? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷമുള്ള സമയത്ത് പോലും കരഞ്ഞു പോകുന്നതെന്ന്? ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ച് കയ്യിൽ വരുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഒക്കെ സന്തോഷം കൊണ്ട് ചിലപ്പോൾ കരഞ്ഞു പോകാറുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് അവസാനം നമുക്കൊരു ജോബ് കിട്ടി, ജോബ് ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമല്ലേ? അതിലൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇതിനെ സാധാരണ വിളിക്കാറുള്ളത് ആനന്ദാശ്രു അല്ലെങ്കിൽ ആനന്ദ കണ്ണീരെന്നാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് നാളത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മകനോ മകളോ സഹോദരനോ സഹോദരിയോ ഒക്കെ എയർപോർട്ടിൽ വരുന്ന സമയത്ത് ബന്ധുക്കൾ ഒരുപാട് സന്തോഷത്തോടെ ചിലപ്പോൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടാണ് അവരെ സ്വാഗതം ചെയ്യാറ്. ഈ കാഴ്ചകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കരച്ചിൽ വരുന്നത്? സാധാരണയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ചിരിച്ചാൽ പോരെ, എന്തുകൊണ്ടാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്? ഇപ്പോൾ നമ്മൾ കുറേ നാൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു എക്സാം ഒക്കെ എഴുതി നമ്മൾ പാസ്സായി അല്ലെങ്കിൽ നമുക്ക് റാങ്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? എന്തുകൊണ്ടാണ് നമ്മുടെ എഫേർട്ടിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്നും വെള്ളം വരുന്നത്? അല്ലെങ്കിൽ നമ്മുടെ മകനോ മകളോ നല്ല രീതിയിൽ എത്തുമ്പോൾ, നല്ല ജോലി കിട്ടി അല്ലെങ്കിൽ നല്ല റിസൾട്ട് നേടുമ്പോഴൊക്കെ മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം സന്തോഷകരമായ നിമിഷങ്ങളിൽ നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്, ഷോ ഞാനിപ്പോൾ എന്തിനാ കരയണേ എന്നുള്ളത്, അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത് എന്നതിനെ സംബന്ധിച്ച് ചില മിത്തുകൾ നമ്മുടെ ഇടയിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കരയുന്ന ആളുകൾ കുറേ സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് അവരൊക്കെ ഇമോഷണലി വീക്കാണെന്ന് നമ്മൾ പറയും. അത്തരം ആളുകൾക്കാണ് അത്ര പെട്ടെന്ന് കരച്ചിൽ വരാം. അതുപോലെ തന്നെ ചിലർ ഡ്രാമ ചെയ്യാന്നൊക്കെ പറയും. എന്ത് പറഞ്ഞാലും കരയും. സന്തോഷം വന്നാലും കരയും, ചിരിക്കുമ്പോഴും കരയും, കരയുമ്പോഴും കരയും. അങ്ങനെയുള്ളവരൊക്കെ ഡ്രാമ ക്വീൻ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലാണ്. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കണ്ണുനീര് വരുന്നതെന്നൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഇത്തരം ആളുകളെ കളിയാക്കിയും കുറ്റപ്പെടുത്തിയൊക്കെ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലൊരു ശാസ്ത്രമുണ്ട്. സയൻസ് എന്താ പറയണതെന്ന് വെച്ചാൽ, ഇങ്ങനെ സന്തോഷം വരുന്ന സമയത്ത് കരയുന്ന ആളുകൾ വീക്കൊന്നുമല്ല, അവരെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആണ് അത്രേ. അപ്പം ഇനി നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റിൽ കരച്ചിൽ വന്നാലും നിങ്ങൾ വിഷമിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അത് നിങ്ങൾ കൂടുതൽ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടാണ് കരച്ചിൽ വരുന്നത്. ഡൈമോർഫസ് എക്സ്പ്രഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ റിയാക്ഷൻ കൊണ്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചിരി വരുന്നത്, നമ്മൾ നല്ലവണ്ണം പേടിച്ചിരിക്കുന്ന സമയത്ത് ചിലർ ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സന്തോഷം കൂടുതൽ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെ ഈ ഡൈമോർഫസ് എക്സ്പ്രഷന് എക്സാമ്പിൾസ് ആണ്. നമ്മുടെ ഇമോഷൻസിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത്, അതായത് സന്തോഷം കൂടുതൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻഷൻ കൂടുതൽ വരുന്ന സമയത്ത്, നമ്മളധികം സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ആ ഓവർലോഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുത്തുകൊണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് അവിടെ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്ന ഒരു സമയം, അതായത് സന്തോഷം കൊണ്ടോ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടോ ഒക്കെ നിങ്ങൾ ഒരുപാട് ഫില്ലായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന് ഫീൽ ചെയ്യുന്നത് കൂടുതൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻറ്റൻസിറ്റിയാണ്. ആ സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. അതുപോലെ നമ്മുടെ ബ്രീത്തിങ് പാറ്റേണിൽ ചേഞ്ച് വരും.
അതുപോലെ നമ്മുടെ എനർജി സ്പൈക്ക് ആവാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് ഇതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷൻ ഓവർഫ്ലോയിനെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ പ്രഷർ കുക്കറൊക്കെ ഗ്യാസ് സ്റ്റവിൽ വെക്കുന്ന സമയത്ത് അതിൽ പ്രഷർ കൂടി വരുന്ന സമയത്താണ് അത് എന്താ പറയുക വിസിലടിക്കുകയും അതിൻ്റെ സ്റ്റീം പുറത്തേക്ക് കളയുകയും ചെയ്യുന്നത് അല്ലേ. ഇനി അതങ്ങനെ ചെയ്യാതിരുന്ന് എന്ത് സംഭവിക്കും? ആ പ്രഷർ കുക്കർ അവിടെ ഇരുന്ന് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഏത് ഇമോഷൻസ് ആവട്ടെ, ഏത് വികാരങ്ങളാവട്ടെ, അത് എന്താ പറയുക വികാരങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മുടെ ഏതെങ്കിലും രീതിയിൽ അതിനെ ഔട്ട്ഫ്ലോ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കരച്ചിലായിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ചിരിയായിട്ടോ പേടിച്ചിരിക്കുന്ന സമയത്ത് ചിരിയായിട്ടോ ഒക്കെ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ബോഡിക്ക് 2 നെർവസ് സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് എക്സൈറ്റ്മെൻറ്റ് മോഡും മറ്റൊന്ന് കാം മോഡും ആണുള്ളത്. നമ്മൾ ഓവറായിട്ട് സന്തോഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവറായിട്ട് പേടിക്കുന്ന സമയത്ത് നെർവസ് ആവുന്ന സമയത്തൊക്കെ നമ്മുടെ നെർവസ് സിസ്റ്റം എക്സൈറ്റ്മെൻറ്റ് മോഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാം മോഡ് ഓൺ ആവും. ആ സമയത്താണ് നമുക്കത് കണ്ണീരായിട്ടോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പേടിച്ചിരിക്കുന്ന സമയത്ത് ചിരിയായിട്ടൊക്കെ പുറത്തേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഹാർട്ടിനെയും നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റിലാക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ആക്ഷനാണിത്. ഇതിന് പിന്നിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതാണ് സോഷ്യൽ ബോണ്ടിങ്. ഉദാഹരണത്തിന് ഇപ്പോൾ കല്യാണ മണ്ഡപത്തിലെ വധുവിനെ കാത്തു നിൽക്കുന്ന ചെറുക്കൻ കരയുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി വധുവിന് അവിടെ ഒരു ബോണ്ടിങ് കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നല്ല റിസൾട്ടുമായി വരുന്ന മകൻ്റെയോ മകളുടെയോ മുൻപിൽ നിന്ന് അവരുടെ പാരൻസ് കരയുകയാണെങ്കിൽ ഞങ്ങളെ എത്രമാത്രം ഞങ്ങളുടെ പാരൻസ് വാല്യൂ ചെയ്യുന്നു എന്നുള്ളത് ആ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഹാപ്പി ക്രൈയിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആനന്ദാശ്രു ആനന്ദ കണ്ണീർ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിലെ ബോണ്ടിങ്ങിനെ കൂടുതൽ സുന്ദരമാക്കി തീർക്കും. ഈ മനുഷ്യന്മാരുടെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ കരയുന്നതും പേടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നെർവസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിരിക്കുന്നതൊക്കെ. അപ്പം ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റിൽ നിങ്ങൾ കരയുകയാണെങ്കിൽ നിങ്ങൾ അത് ഓർത്തിട്ട് ഒട്ടും നാണക്കേട് വിചാരിക്കേണ്ട. നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ. പിന്നൊരു കാര്യം, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അമർത്താനും മറക്കരുത്. ഒപ്പം ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം.